ഇൻക്ലാബ് സിന്ദാബാദ് വക്രഫ്രണ്ട് സിന്ദാബാദ് പ്രതിഷേധം പ്രതിഷേധം നമ്മളന്ന് മൗനം പൂണ്ടു മറ്റൊരു മാതിരി സൃഷ്ടിക്കാൻ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല ഓടിത്തമ്പ്രാൻ പടച്ചുവിട്ട RSS ഏജൻസികളെ RSS ബ്രഹ്മാണികളെ നിങ്ങളുടെ ഉള്ളിലെ വിട്ടൂരോ ഇല്ല നടപ്പില്ല പ്രതിഷേധം ജനതയുടെ പ്രതിഷേധം ആദർശത്തെ അടിച്ചമർത്താൻ മൗനം കൊണ്ട് മറ്റൊരു മാതിരി സൃഷ്ടിക്കാൻ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല ഇൻക്ലാബ് സിന്ദാബാദ് ആദർശത്തെ അടിച്ചമർത്താൻ ഓടിത്തമ്പ്രാൻ പടച്ചുവിട്ട വിടുപണി ചെയ്യും മറ്റൊരു മദനിയെ സൃഷ്ടിക്കാനായി അരയും തലയും മുറുക്കി വന്നാൽ വീരുകൊടുത്തും ചേർക്കും ഞങ്ങൾ RSS കെട്ടൂരങ്ങളെ ചങ്കിലൊഴുകും ചോര കൊടുത്തു ഞങ്ങളെ നെഞ്ചെ ജീവൻ കൊടുത്തു ചരിത്രങ്ങൾക്കും കെട്ടായോ ബ്രാൻഡ് സിന്ദാബാദ് നമ്മുടെ ദേശീയ നേതൃത്വമായ കരമന അശ്വത്ഥമാലയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയുണ്ടായി. വളരെ മോശമായ രീതിയിലുള്ള ഇടപെടലായിരുന്നു അവരുടേത്. സാധാരണ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാതെ വീട്ടിൽ ആണുങ്ങളില്ലാത്ത വീട്ടിൽ അനധികൃതമായിട്ട് കയറുകയും സ്ത്രീകളായ പോലീസുകാരെ അകത്ത് കയറ്റാതെ ബാക്കി പോലീസ് അകത്ത് കയറി അവർ ഭീഷണിപ്പെടുത്തി വീടുകൾ ബന്ധിക്കുകയും ചെയ്തു. അവരെ വളരെ മോശമായി വിരട്ടുകയും ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ നടത്തിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവർ അവസാനം മുട്ടുമടക്കി തിരിച്ചു പോവുകയാണ് ഉണ്ടായത്.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് അതിൻ്റെ വിശദവിവരങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ നൗഷാദ് സാഹിബിനെ ക്ഷണിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്ത് ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യവാദികളെയും നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും അതിനെ തച്ചു തകർത്ത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം തച്ചു തകർത്ത് ഏകാധിപത്യത്തിലേക്ക് മതാധിഷ്ഠിത രാജ്യത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി നരേന്ദ്രമോദിയും അമിത്ഷായും നമ്മുടെ രാജ്യത്തിലെ ഉന്നതമായ ഏജൻസികളെ മുഴുവനും അവരുടെ വീട്ടിലെ വളർത്തു നായ്ക്കളെ പോലെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. ആ വളർത്തു നായ്ക്കൾ ഈ രാജ്യത്തിന്റെ രാജ്യസ്നേഹികളുടെ വീടുകളിലേക്ക് കയറി ചെന്ന് രാവിലെ വീട്ടിൽ പുരുഷന്മാരില്ലാത്ത സമയത്ത് നമ്മുടെ നേതൃത്വമായ കരമന അഷ്റഫ് മൗലവിയുടെ വീട്ടിൽ കയറി ഈ നാട്ടിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും അറിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ മലയാളം അറിയുന്ന ആരും ഈ നാട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥരും ഇത് അറിഞ്ഞിട്ടില്ല. അങ്ങ് ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും അതുപോലെ തന്നെ എറണാകുളത്തു നിന്നുമൊക്കെ പറഞ്ഞ് കുറെ മിലിറ്ററിയെയും കൊണ്ടുവന്ന് വീട് വളഞ്ഞ് ഭീഷണിപ്പെടുത്തി, തോക്കുമായും ഈ വീട് വളഞ്ഞ് ഭീഷണിപ്പെടുത്തി വീട്ടുകാരോട് വ്യാജരേഖ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഏജൻസികളെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വ്യാജ തെളിവുണ്ടാക്കി പ്രതികളാക്കി ജയിലിൽ അടയ്ക്കുക എന്നതിന്റെ ഭാഗമായി വ്യാജരേഖ ഉണ്ടാക്കാൻ ഒരു ശ്രമം പൂന്തറയുടെ മണ്ണിൽ നടന്നു. അൽഹംദുലില്ലാ, ഈ പൂന്തറയുടെ ജനത അത് തച്ചു തകർത്തു. അവരിവിടുന്ന് നാണം കെട്ട് പിന്തിരിഞ്ഞു പോവേണ്ട അവസ്ഥ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ട മാജിലി സാഹിബ് കരമന അഷ്റഫ് മൗലവിയെ പോലെ ഒരു ഉയർന്ന പണ്ഡിതനായിരുന്നു. ആ പണ്ഡിതന് കഴിഞ്ഞ 20 വർഷമായി ഓരോ ജയിലുകളിലും മാറി മാറി ഇട്ടിരുന്ന് പീഡിപ്പിക്കുന്നത് ഇതേ കേന്ദ്ര ഏജൻസികളാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇനിയും മൗനം കൂട്ടാൽ, നമ്മൾ മിണ്ടാതിരുന്നാൽ അവർ വീണ്ടും വീണ്ടും ആയുധനിമാരെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വളർത്തുപട്ടികളായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും അപ്പുറം അവർ അവരുടെ വളർത്തുനായികളായി മാത്രം നമ്മുടെ മുമ്പിൽ വന്നാൽ തീർച്ചയായും നമ്മളത് തച്ചു തകർത്ത് തടഞ്ഞിരിക്കാം. അതിനുള്ള ചങ്കൂറ്റം ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഈ പ്രസ്ഥാനത്തിനുമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇതേ സമയത്ത് തന്നെ കോഴിക്കോട് ഈ പ്രസ്ഥാനത്തിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള നസറുദ്ദീൻ എളമരം സാഹിബിന്റെ പേരിലും റെയ്ഡ് നടക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ED എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഈ നമ്മുടെ നാട്ടിലെ മുഴുവൻ ഉയർന്ന ഏജൻസികളെയും അവർക്ക് അനുകൂലമായി അവർ പറയുന്നത് മാത്രം ചെയ്തുകൊണ്ട് ഇങ്ങനെ അഴിച്ചുവിടുകയാണെങ്കിൽ തീർച്ചയായും ഈ രാജ്യത്ത് ശക്തമായ പ്രതിഷേധത്തിന്റെ അലയൊലികൾ അടിക്കുക തന്നെ ചെയ്യും. അതിനുള്ള തുടക്കം ഈ പൂന്തറയുടെ മണ്ണിൽ നിന്ന് തന്നെ തുടങ്ങുമെന്നാണ് ഞങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഇങ്ങനെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാമെന്ന് നോക്കണ്ട. ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് ചോരയും ജയിലുമൊക്കെ കണ്ട് വളർന്നു വന്നവരാണ് എന്ന് ഓർമ്മിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇതൊരു സംഘടനയുടെയോ ഒരു പാർട്ടിയുടെയോ പ്രശ്നമല്ല. മറിച്ച് ഈ രാജ്യത്ത് വരുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തരമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വേട്ടയുടെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ നമ്മുടെ അഷ്റഫ് മൗലവിയുടെ വീട്ടിൽ നടന്ന ഈ ED റെയ്ഡ്. അവസാനം ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് നാണം കെട്ട് അവർ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ രാജ്യത്ത് ജനാധിപത്യത്തെ മാറ്റി ഈ രാജ്യത്ത് ഏകാധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയും ഒരു നാൾ ഇങ്ങനെ നാണം കെട്ടി ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. അത് തീർച്ചയാണ്. അതിന്റെ തുടക്കമാണ് നമ്മൾ കണ്ടത് ഡൽഹിയിലെ കർഷക പ്രക്ഷോഭം. അതുകൊണ്ട് തന്നെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും തീർച്ചയായും നമ്മുടെ കണ്ണും കാതും തുറന്നിരുന്ന് ഇങ്ങനെ നീതി നിഷേധം നടക്കുമ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീതി നിഷേധത്തിനെതിരെ സദ്യ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ആൾക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Yeah.